ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 9-ാം അധ്യായം ഭീഷ്മസ്തുതിയിൽ 3-ാമത്തെ ശ്ലോകം 3-ാമത്തെ ഭാഗമായിട്ട് പറയണു. ഇനി ആരൊക്കെയാണ് ഭീഷ്മരുടെ അടുത്തേക്ക് എത്തിയത് എന്ന് പറയാണ്. ഭഗവാൻ ഉൾപ്പെടെ എന്ന് പറയാണ്. ഭഗവാൻ, ഗുരുക്കന്മാർ, അവരുടെയൊക്കെ പേര് രാവിലെ ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് വലിയ പുണ്യമാണ്. ഓം ഭഗവാനപി വിപ്രർഷേ രഥേന സ ധനഞ്ജയ സ തൈർവ്യരോചത നൃപ കുബേര ഇവ ഗുഹ്യകൈ. വിപ്രർഷേ, സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയാണ്. അവിടെ വിപ്രർഷേന്ന് ഒറ്റ ഏകവചനമായിട്ടാണെങ്കിലും അത് അനവധി ശിഷ്യന്മാർ, സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ പലർക്കും 10,000 ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അവിടെ ഏകവചനാണെങ്കിലും അത് ബഹുവചനായിട്ട് കണക്കാക്കാവും. ശ്രീ ശുകൻ എന്ന് പറയാറില്ല. ശ്രീ ശുക ബ്രഹ്മർഷി, ശ്രീ ശുകർ എന്നേ പറയാറുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്, ബഹുവചനമായിട്ട് പറയണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏകവചനാണ് എങ്കിലും അനവധി സുഹൃത്തുക്കളും അനവധി ശിഷ്യന്മാരും, ഓരോരുത്തർക്കും അത്രയും ശിഷ്യന്മാരുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു വിപ്രർഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവനയിൽ ഇത്രയും മഹാത്മാക്കളായിട്ടുള്ള മഹാഋഷിമാർ, അവിടെ അതിന് പ്രത്യേകത എന്താ? അവർ സദാസമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രവർത്തനവും ചെയ്യും, സാത്വികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഋഷിമാർ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ബ്രാഹ്മണർ, മുനിമാർ, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യുക. വേഷവിധാനത്തിൽ ലാളിത്യം, ആഹാരത്തിൽ ലാളിത്യം. കുറച്ച് സമയം മാത്രമേ ആഹാരം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വേണ്ടൂ. വേരോ കായോ ഇലയോ എന്താ വെച്ചാൽ അതാണ്. അതേപോലെയുള്ള അനവധി സവിശേഷതകൾ. വേദത്തെ പ്രയോഗിക്കുക, വേദം പഠിക്കുക, വേദം പഠിപ്പിക്കുക. ഇത് ഗുരുക്കന്മാരും ചെയ്യും. ശിഷ്യന്മാരുടേതായിട്ടുള്ള താഴെയുള്ള വന്നവർ. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ആയിട്ടാണല്ലോ ആൾക്കാർ, കുട്ടികൾ, കുറച്ചും കൂടി വലിയവർ, ബാലന്മാർ, യുവാക്കൾ, അങ്ങനെ മധ്യവയസ്കർ. അത് അവസാനം വരെ വിദ്യ എന്നുള്ളത് മരണം വരെയാണ് വിദ്യ. വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് മരണം വരെയാണ് വിദ്യ എന്ന് പറയുമ്പോൾ അവർക്കത് ചിലവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. എത്ര വിശദീകരിച്ച് പറഞ്ഞാലും അത് മനസ്സിലാവില്ല. എന്താ, ഷീട്ടാക്കാൻ ഒരു 20 റുപ്യോ 50 റുപ്യോ ഒറ്റ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് കേസ്. അത്രയേ ഉള്ളൂ. എന്നാൽ അതില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാലോ, അപ്പോഴും കൂട്ടാക്കില്ലാച്ചാലോ? അവിടെയാണ് നമ്മളെപ്പോഴും അത് ആലോചിക്കണം. എല്ലാവർക്കും ഒരു സാഹചര്യം, അവസരം കിട്ടുമ്പോൾ വിനിയോഗിക്കാൻ അത് ഈ ഉത്സാഹികൾ അതിനെ ശ്രദ്ധിക്കണം. അതിൻ്റെ ആ ഒരു അപ്പോൾ എല്ലാവരും ചൂഷണം ചെയ്യും. ഇതൊന്നും ഈ ഋഷിമാരുടെ ഈ ആശ്രമങ്ങളിലില്ല. അവരെ സ്മരിക്കുമ്പോൾ നമ്മളും അവരുടെ സ്വഭാവമായിട്ട് മാറും. അതിനാണ് ഈ ഋഷിമാരുടെ പേരുകൾ ഒന്നിച്ച് വായിക്കുമ്പോൾ രാവിലെ പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു ഭാവം സാത്വികമായിട്ട് വരും. ഈ ഭാവന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാവരിലും ഈശ്വരനുണ്ട്. സർവഭൂത ഹിതേരതാഹ ആവണം. എല്ലാവരിലും ഈശ്വരനുണ്ട്. ഈ സാത്വികത അവരിൽ നിന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ വിപ്രർഷേ ഭഗവാൻ അഭി, ശ്രീകൃഷ്ണൻ കൂടി സ ധനഞ്ജയ, അർജുനനോടൊത്ത്. പാണ്ഡവരെന്ന് നേരത്തെ പറഞ്ഞു, രണ്ടാമത് കൂട്ടി പറഞ്ഞു എന്നതാണ്. അപ്പം അതിനൊരു കാരണമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനോടൊപ്പം അർജുനനും ഈ ഭീഷ്മരുടെ അടുത്തേക്ക് വന്നു. പിന്നെയോ രഥേന, രഥത്തിൽ. പിന്നെയോ തൈഹി സഹ നൃപഹ, ആ യുധിഷ്ഠിര മഹാരാജാവ് അവരെ കണ്ടിട്ട് ഗുഹ്യകൈഹി, ഗുഹ്യകന്മാരെ കണ്ട് കുബേരഹ ഇവ, കുബേരൻ എന്ന പോലെ വീരോചത, പ്രകാശിച്ചു എന്നതാണ്. അപ്പോൾ ഈ ബ്രാഹ്മണനായിട്ടുള്ള ശൗനക മഹർഷിയോട് സൂതനായിട്ടുള്ള ഈ ഉഗ്രസ്രവസാണ് സൂതൻ. അവിടെ ബ്രാഹ്മണ സ്ത്രീയിൽ ക്ഷത്രിയന് ഉണ്ടായ ഭാവമാണ്, ക്ഷത്രിയന് പുത്രനായിട്ട് പിറന്ന ഒരു ഭാവമാണ് സൂതന്. അപ്പോൾ ആ പ്രതിലോമജൻ പറയാണ്, ഈ ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണനും അർജുനനോട് കൂടിയിട്ട് തേരിലിരുന്ന് ഈ യുധിഷ്ഠിരൻ കിടക്കുന്നതായിട്ടുള്ള അവിടേക്ക് എത്തി. ഒപ്പം ഗുഹ്യകന്മാർ, കുബേരൻ, ഈ യക്ഷരാജാവ് വൈശ്രവണൻ, ധനതൻ, കുബേരൻ, വടക്ക് ദിക്ക് കാക്കുന്നയാൾ, ശിവഭക്തൻ, ശിവതുല്യൻ. ആ കുബേരനെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ എല്ലാവരും ഭീഷ്മരെ കണ്ടു. സൂര്യനെ കാണുന്ന പോലെ, ഇന്ദ്രനെ കാണുന്ന പോലെ, വിഷ്ണുവിനെ കാണുന്ന പോലെ, മഹാദേവനെ കൈലാസത്തിൽ വെച്ച് കാണുന്ന പോലെ,
ബ്രഹ്മാവിനെ സത്യലോകത്തിൽ വെച്ച് കാണുന്നത് പോലെ, മഹാദേവിയെ ദുർഗാദേവിയെ കാണുന്നത് പോലെ, ഇങ്ങനെ ആ ഒരു മാഹാത്മ്യം അവിടെ പറഞ്ഞു എന്നുള്ളതാണ്. ഭഗവാൻ അപി വിപ്രർഷേ രഥേന സ ധനഞ്ജയ സ തൈഹി വ്യരോചത. നന്നായിട്ട് പ്രകാശിച്ചു നൃപ, അല്ലയോ ഹേ നൃപ. മറ്റേ യുധിഷ്ഠിര രാജാവിൻ്റെ കാര്യമാണ് പറഞ്ഞത് അവിടെ. നൃപ കുബേര ഇവ ഗുഹ്യകൈഹി, കുബേരനെ പോലെ. ഇനി യുധിഷ്ഠിര രാജാവും അതേപോലെ തന്നെ ഏറ്റവും ഉയർന്നതായിട്ടുള്ളൊരു സ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുബേരനെ പോലെയാണ് എല്ലാവരും ഈ യുധിഷ്ഠിര മഹാരാജാവിനെ കണ്ടത്. അപ്പം ഇങ്ങനെ ഒരു ശ്ലോകം പറയുമ്പോൾ നമ്മൾ അതിൽ വാച്യാർത്ഥം ശരിയായിരിക്കും, പക്ഷേ വാച്യാർത്ഥത്തിന് എൻ്റെ അപ്പുറം ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെയുണ്ട് എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കണം. അത് നമ്മുടെ മനസ്സിൽ കൂട്ടിച്ചേർത്താൽ മതി. പഠിക്കുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ പഠിച്ചാലേ ഫുള്ള് കിട്ടുള്ളൂ. അങ്ങനെ പഠിച്ച് നമ്മൾ ആ ഭാഗവതത്തേക്ക്, ഭഗവത് തത്വമാണ് ഭാഗവതം. അപ്പോൾ അതിലേക്ക് ഭഗവാനിലേക്ക് എത്താനുള്ളൊരു മാർഗമായിട്ട് ഉപാസന ഈ ഭാഗവതത്തെ ഈ താത്വികമായിട്ട് സ്വീകരിക്കുക. അങ്ങനെയുള്ള ആ സാന്നിധ്യം, അങ്ങനെയുള്ള ഈ സമ്മേളനം, ഇവിടെ സമ്മേളനം വരാൻ പോവുകയാണ്. വലിയൊരു സമ്മേളനമാണ്. എല്ലാവരും ഈ ഭീഷ്മരുടെ അടുത്തേക്ക് എത്തി എന്നാണ്. ഭീഷ്മര് ശരശയ്യയിൽ കിടക്കണു, ഭീഷ്മരെ കാണാൻ ഭഗവാനടക്കം ഇങ്ങോട്ട് വന്നു, അത് പറയാനാണ് ആ സമ്മേളനത്തിന്. അതിൻ്റെ പ്രാധാന്യം അതാണ്. മഹാബ്രാഹ്മണര്, മഹാഋഷികൾ, ഇവരൊക്കെ രാജാവല്ലാതെ രാജാവായി. അതാണ്, രാജാവായിട്ടില്ല ഭീഷ്മര്, പക്ഷേ രാജാവായി. അതേപോലെ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ എല്ലാവർക്കും പിതാമഹനാണ്. കല്യാണം കഴിക്കാതെ എൻ്റെ സന്താനം ഉണ്ടാവില്ല. അപ്പോൾ സന്താനമില്ല, കല്യാണമില്ല, ഒന്നുമില്ല, എന്നിട്ടും പിതാമഹനായി, എല്ലാവർക്കും മുത്തശ്ശനായി. ഇപ്പോൾ വെറും പ്രായം കൊണ്ടല്ല, എല്ലാ അർത്ഥത്തെ കൊണ്ടും. അതാണ് ഭഗവാനപി വിപ്രർഷേ രഥേന സ ധനഞ്ജയ സ തൈഹി വ്യരോചത നൃപ കുബേര ഇവ ഗുഹ്യകൈഹി. ഗുഹ്യകന്മാർ വെച്ചാൽ രാത്രിഞ്ചരന്മാർ, രഹസ്യമായിട്ട് സഞ്ചരിക്കുന്നവർ, കാണാൻ പറ്റാത്തവർ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഗുഹ്യകൈഹി, ഗുഹ്യകന്മാരെന്ന് പറയാൻ കാരണം. അപ്പം അത് യക്ഷന്മാരുടെ അതാണ് വിശേഷണമായിട്ട് കൊടുത്തത്. അതുകൊണ്ട് അത് ഈ കുബേര എന്ന് പറയുകൊണ്ടാണ്. ഇനി 4-ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവാമരം ദിവഹച്യുതം ഇവ അമരം പ്രണയമു പാണ്ഡവാ ഭീഷ്മം സാനുഗ സഹചക്രിണാം. പദം പ്രത്യേകമാണ്. ദിവഹ സ്വർഗത്തിൽ നിന്ന്, ദേവന്മാരുടെ ലോകത്തിൽ നിന്ന്, ച്യുതം വീണതായിട്ടുള്ള, അവിടെ നിന്നും താഴേക്ക് വന്നതായിട്ടുള്ള, അവതരിച്ചതായിട്ടുള്ള. ച്യുതം എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അവിടെ അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. ശാപം കൊണ്ടാണ് ഈ ദ്യോവ് എന്ന അഷ്ടദിക്പാലകരിൽ ഒരാൾ ഈ മനുഷ്യ ഭാവത്തിൽ വന്നതും. അപ്പോൾ അതുകൊണ്ട് അതൊരു അവതാരമാണ്, മാത്രമല്ല അതൊരു ച്യുതിയാണ്. ശാപം കൊണ്ടല്ലേ വന്നത്, അതുകൊണ്ട്. അപ്പോൾ ഈ ദിവഹ ച്യുതം, സ്വർഗത്തിൽ നിന്നും വീണതായിട്ടുള്ള അമരം ഇവ, ദേവനെ എന്ന പോലെ, ഭൂമൗ ഭൂമിയിൽ, നിപതിതം വീണ് കിടക്കുന്നതായിട്ടുള്ള, ശരശയിൽ കിടക്കുകയാണ്, അതുകൊണ്ടാണ്. ഭീഷ്മം അങ്ങനെയുള്ള ഭീഷ്മരെ, സാനുഗാഹ കൂടെ വന്ന എല്ലാവരും ഒരേപോലെ, ചക്രിണ സഹ. അപ്പോൾ ഇവിടെ ചക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിൻ്റെ കൂടെ, ചക്രിണ സഹ ചക്രായുധം ധരിച്ച ഭഗവാനോട് കൂടിയ, പാണ്ഡവാഹ ഈ കൃഷ്ണനോട് കൂടിയിട്ടുള്ള പാണ്ഡവന്മാരെല്ലാവരും ദൃഷ്ട്വ കണ്ടിട്ട്, പ്രണയമു നന്നായിട്ട് പ്രണമിച്ചു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണനുണ്ട്, പാണ്ഡവന്മാരുണ്ട്, സ്വർഗത്തിൽ നിന്ന് വീണെടുക്കുന്ന ശരശയിൽ കിടക്കുന്നതായിട്ടുള്ള ഈ ഭീഷ്മര്, ഭൂമിയിൽ ഒരു ദേവൻ സ്വർഗത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ, ഭീഷ്മരെ കണ്ട ഉടനെ എല്ലാവരും ഭീഷ്മരെ നമസ്കരിച്ചു, കൃഷ്ണൻ ഉൾപ്പെടെ. പ്രത്യേകം പറയണം, എല്ലാവരും ഭഗവാനെയാണ് നമസ്കരിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഭഗവാനും മറ്റെല്ലാവരും, ഋഷികളെല്ലാവരും ഈ ഭീഷ്മരെ നമസ്കരിച്ചു. ച്യുതി പറ്റിയ ഭീഷ്മരാണ്. അവിടെ ച്യുതിയുടെയൊക്കെ എത്രയോ മീതെ, വീഴ്ചയൊക്കെ ഇല്ലാണ്ടേ, അതൊക്കെ അതിൻ്റെ എല്ലാ കേടുകളും തീർന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ദേവനല്ല, ഈ മഹാവിഷ്ണു കൂടി, ത്രിമൂർത്തികൾ കൂടി നമസ്കരിക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ ഈ ശരശയിൽ കിടക്കുന്ന ഭീഷ്മരെ എത്തിപ്പെട്ടു. അതിനെ മനസ്സിലാക്കണം, അതിനാണ് മനസ്സിലാക്കേണ്ടതും. അപ്പോൾ എല്ലാവരും നമസ്കരിച്ചു, ഭീഷ്മരെ നമസ്കരിച്ചു. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവ അമരം. ഇങ്ങനെ ഭൂമിയിൽ പതിച്ച് കിടക്കുന്നതായിട്ടുള്ള ഈ ദേവൻ ദേവലോകത്തു നിന്നും താഴെ അവതാരം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പതിച്ച് ഭൂമിയിൽ അങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രണയമോ എല്ലാവരും നമസ്കരിച്ചു. പാണ്ഡവാഹ
ആരെ ഈ പാണ്ഡവന്മാരെല്ലാവരും ആരെ നമസ്കരിച്ചു? ഭീഷ്മരെ നമസ്കരിച്ചു. ഭീഷ്മം സാനുഗാഹ സഹ ചക്രിണ. അപ്പോൾ ഈ കൂടെ വന്നിട്ടുള്ള എല്ലാവരും, അനുഗന്മാരെല്ലാവരും, കൂടെ വന്ന എല്ലാവരും, അനുഗമിച്ച എല്ലാവരും, ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടാണ് അവതരിച്ചെന്ന് ആ അവതാര പുരുഷനും ഈ ദ്യോവായിട്ടുള്ള ഭീഷ്മരെ, ഗംഗാപുത്രനെ നമസ്കരിച്ചു. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവ അമരം പ്രണേമു പാണ്ഡവാ ഭീഷ്മം സാനുഗാ സഹചക്രിണ. തത്ര ബ്രഹ്മർഷയ സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുങ്കവം. ഇപ്പോൾ അവിടെ ബ്രഹ്മർഷിമാര്, ദേവർഷിമാര്, രാജർഷിമാര്. ബ്രഹ്മർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസിഷ്ഠനൊക്കെ ബ്രഹ്മർഷിയാണ്. ദേവർഷി എന്ന് പറഞ്ഞാൽ നാരദൻ ദേവർഷിയാണ്. രാജർഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യുധിഷ്ഠിരൻ രാജർഷിയാണ്. അതേപോലെ നിമി മഹാരാജാവ് അവരൊക്കെ രാജർഷിമാരാണ്. ഈ അംബരീഷൻ, സൂര്യവംശ രാജാക്കന്മാരൊക്കെ രാജർഷിമാരാണ്. എല്ലാവർക്കും ആ രാജർഷിമാർ പദമുണ്ടോയെന്ന് അറിയില്ല. ആ രീതിയിൽ വേണം. ഇത് ഇപ്പം രന്തിദേവൻ രാജർഷിയാണ്. പൃഥു രാജർഷിയാണ്. അവതാരാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, രാജർഷിയാണ്. ഇങ്ങനെ തത്ര ബ്രഹ്മർഷയ, അവിടെ അനവധി ബ്രഹ്മർഷിമാർ ഇതേപോലെ വസിഷ്ഠനെ പോലെയുള്ളവർ, അഗസ്ത്യൻപുരൊക്കെ അവിടെ. അതേപോലെ സർവേ ദേവർഷയഹാച്ച, ഈ നാരദനെ പോലെയുള്ള ദേവലോകത്തു നിന്ന് വന്ന ഋഷിമാർ കുറേ ആൾക്കാരുണ്ട്. അവരും സത്തമ, അല്ലയോ ശൗനകാദി മഹർഷിമാരെ, സനകാദി മഹർഷേ, സനകാദിയല്ല ശൗനകാദി മഹർഷ, ശൗനക മഹർഷേ, രാജർഷയഹാച്ച അഭി, യുധിഷ്ഠിരൻ തൊട്ടുള്ള രാജാക്കന്മാരും ഇതേപോലെ തത്ര ആസൻ, അവിടെ സാന്നിധ്യം ഉണ്ടായി. ദ്രഷ്ടും കണ്ടു, ഭരതപുങ്കവം. അപ്പൊ ഈ ഭരതശ്രേഷ്ഠനെ കണ്ടു എന്നാണ്. ഭരതകുലത്തിൽ ജനിച്ചതായിട്ടുള്ള ഈ ഭീഷ്മരെ കണ്ടു, അതാണ്. ഇപ്പൊ സ്വതേ ഇത് ഭരതന്റെ വംശത്തിൽപ്പെട്ടവരാണ് ഇവരെല്ലാവരും എന്നാണ് പറയാം. അപ്പോൾ സൂര്യവംശ രാജാക്കന്മാർ തന്നെയാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുരുവംശ രാജാക്കന്മാരായിട്ടാണ് ഇവർ വരിക. അതിൽ ഭാരതത്തിലെ ശ്രേഷ്ഠനാണ്, ഭരതകുല വംശജാതനാണ്, ഇങ്ങനെയല്ല. അപ്പോൾ ഈശ്വര ഭക്തിയുള്ള ഭാവം അതിലേറ്റവും മുഖ്യൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഭരതപുങ്കവം എന്നുള്ളതിന് അർത്ഥം കൊടുക്കേണ്ടത്. ഭരതശ്രേഷ്ഠനെ എന്ന് മാത്രമേ അർത്ഥം കൊടുത്തിട്ടുള്ളൂ. ഈശ്വരനിൽ ഏറ്റവും കൂടുതൽ ഭക്തിയെ നമുക്ക് മനസ്സിലാക്കി തരുന്നതായിട്ടുള്ള രീതിയിൽ ജീവിച്ചതായിട്ടുള്ള ഒരു പുണ്യാത്മാവാണ് ഈ ദേവനായിട്ടുള്ള മർത്യഭാവം സ്വീകരിച്ച ദ്യോവ് എന്ന ഈ ഗംഗാസുതൻ, ശന്തനുവിൻ്റെ സുതൻ. ഭീഷ്മ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭീഷ്മര് കല്യാണം കഴിക്കില്ല, രാജാവില്ല, ഇത്രയേ ഉള്ളൂ. അപ്പം അതിനേക്കാൾ കൂടുതൽ അത്യധികം പണിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഭീഷ്മ പദവിയിലേക്ക് എത്താനായിട്ട്. അതുകൊണ്ടാണ് ഭീഷ്മര്. ഈ പ്രതിജ്ഞ മാത്രമൊന്നല്ല. തത്ര ബ്രഹ്മർഷയ സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുങ്കവം. അപ്പം അങ്ങനെയുള്ള അവരെ ആരൊക്കെ കണ്ടു, ഋഷിമാരുടെ പേര് പറയാണ്. അതൊരു 3 ശ്ലോകങ്ങളെ കൊണ്ട് പറയണം. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുതാം. അപ്പോൾ പരശുരാമൻ തൊട്ടുള്ളവർ, വ്യാസൻ, പരശുരാമൻ, അതേപോലെ ധൗമ്യൻ, നാരദൻ, പർവ്വതൻ, ബൃഹദശ്വൻ, ഭരദ്വാജൻ, അവരുടെ ശിഷ്യന്മാര്. വസിഷ്ഠ ഇന്ദ്രപ്രമഥ സ്ത്രിത, ഇന്ദ്രപ്രമഥ ത്രിത ഗൃൽസമദ അസിത കക്ഷീവാൻ ഗൗതമ അത്രിഹി ച കൗശിക അഥ സുദർശന. വസിഷ്ഠനുണ്ട്, ഇന്ദ്രപ്രമഥൻ ഉണ്ട്, ത്രിതൻ ഉണ്ട്, ഗൃൽസമദൻ ഉണ്ട്, അസിതൻ ഉണ്ട്, കുക്ഷീവാൻ എന്നുള്ളൂ, എന്തായാലും ഗൗതമ, അതേപോലെ അത്രി ആദ്യത്തെ പ്രജാപതിമാരിൽ പെട്ടവരാണ്. ഏതാണ്? കൗശികൻ, വിശ്വാമിത്രൻ, അഥ സുദർശന, ഇവരൊക്കെ ഉണ്ട്. ഇനിയോ അന്യേച്ച മുനയോ ബ്രഹ്മരാതാദയോ മലാഹ ശിഷ്യൈരുപേദ ആജഗ്മു കശ്യപ അങ്കിരസാദയാം. അന്യേച്ച മുനയ, മറ്റുള്ള മഹാഋഷിമാര്, ദേവന്മാര്, ഋഷികള്, മുനിമാര്, ബ്രാഹ്മണര്, ഭക്തന്മാര് എല്ലാവരും ബ്രഹ്മൻ, അല്ലയോ ശൗനകാദി മഹർഷിമാരെ വന്നിട്ടുണ്ടായിരുന്നു. ബ്രഹ്മരാതാദയ അമലാഹ. ബ്രഹ്മരാതൻ ശ്രീശുകൻ ആണ് ഉദ്ദേശിച്ചത്. ബ്രഹ്മരാതൻ എന്നുള്ളത് ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ബ്രഹ്മത്തിൽ രതിഭാവത്തെ കിട്ടിയതായിട്ടുള്ള ഋഷിയാണ് ശ്രീശുക ബ്രഹ്മ ഋഷി. ബ്രഹ്മരാതൻ. എല്ലാവർക്കും ആ പട്ടം ഇല്ല. ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ ഒരു പക്ഷേ ശ്രീശുക ബ്രഹ്മർഷി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ താഴെയാണ്.
അതിപ്പോൾ ദേവർഷിയായാലും വേണ്ട, ബ്രഹ്മർഷിയായാലും വേണ്ടില്ല, രാജർഷിയായാലും വേണ്ടില്ല. ശ്രീശുഖ ബ്രഹ്മർഷി വന്നു കഴിഞ്ഞാൽ ഈ നാരദനായാലും നമസ്കരിച്ചേ പറ്റൂ, വസിഷ്ഠ മഹർഷിയായാലും നമസ്കരിച്ചേ പറ്റൂ. ശ്രീശുഖ ബ്രഹ്മർഷിയെ പോലെ ശ്രീശുഖ ബ്രഹ്മർഷി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രഹ്മരാധന്മാര് അനവധി ആൾക്കാരുണ്ട്, അതിൽ ടോപ്പ് അതാണ് ശ്രീശുഖൻ. അതുകൊണ്ട് ശ്രീശുഖൻ. അമലാഹ, നിർമ്മല ചിത്തന്മാര്, ഒരു പാപവുമില്ലാത്ത അങ്ങനെയുള്ളവര്. ശിഷ്യൈഹി ഉപേത, അതേപോലെ ശിഷ്യന്മാർ. ഈ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് സ്വതേ ശിഷ്യന്മാരില്ല. ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ശിഷ്യന്മാരല്ലാതെ കണ്ട ഒരു മഹാമുനികളും പോലും ഇല്ല. ഇനി മഹാഋഷികളൊന്നുമില്ല. ശിഷ്യത്വം നമ്മൾ അദ്ദേഹം അറിയാതെ കണ്ട് ശിഷ്യനാവാൻ സാധിക്കും, അച്ഛൻ അറിയാതെ കണ്ട് മകനാവാം. ഇങ്ങനെ ഒരു നിയമമുണ്ട്. അച്ഛൻ അറിയണ്ട മകനാവാൻ. ഞാൻ ഒരാളെ അച്ഛനായിട്ട് എനിക്ക് കണക്കാക്കാം, അതേപോലെ തന്നെ ഒരാൾക്ക് അയാൾ അറിയാതെ കണ്ട് മകനാക്കാം. അതിനൊക്കെ നിയമമുണ്ട്. എന്ന കൂട്ടത്തിൽ ഏകലവ്യൻ ദ്രോണരെ ഗുരുവാക്കിയില്ലേ, അവിടെ ദ്രോണർ ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പാടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയല്ല വേണ്ടത്, അത് അങ്ങനെ ആവാം, ഗുരുവാക്കാം. അതിനുള്ള അധികാരം നമുക്കുണ്ട്. അപ്പോൾ ആ ഗുരുവിനെ നമ്മൾ എങ്ങനെ സേവിക്കണം എന്നുള്ളത് അത് ചില നിയമങ്ങളെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അതും പഴയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അത് വരുവരുത്. അപ്പോൾ ബ്രഹ്മരാധൻ തൊട്ടുള്ള ബ്രഹ്മരാധന്മാർ അനവധി ഉണ്ട്. അതിൽ ശ്രീശുഖ ബ്രഹ്മർഷി തൊട്ടുള്ള ഈ മഹാഋഷിമാര് അമലന്മാരായിട്ടുള്ള ആളുകൾ, നിർമ്മല ചിത്തന്മാര്, ശിഷ്യൈഹി, അവരുടെ ശിഷ്യന്മാർ, അവർക്ക് ശിഷ്യന്മാരുണ്ട്. അഗസ്ത്യ തൊട്ടുള്ളവർക്കൊക്കെ ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഉപേത, അവിടെ അജഗ്മു, അവര് എല്ലാവരും അവിടെ ചുറ്റും അങ്ങോട്ട് വന്നിട്ട് ചുറ്റും നിന്നു എന്നർത്ഥം. അപ്പോൾ എല്ലാവരും ഇതേപോലെ എത്രത്തോളം നിർമ്മല ചിത്തന്മാരാണ് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അവരെല്ലാവരും അവിടെ വന്നു ചേർന്നു. എന്നിട്ടോ ശിഷ്യന്മാരോട് കൂടിയിട്ട് ഈ 4 പേരും അങ്ങോട്ട് വന്നു നിന്നതിന് ശേഷം സ്തുതിക്കാൻ തുടങ്ങുക, നമസ്കരിക്കാൻ തുടങ്ങുക, കുശലം പറയുക, അങ്ങനെയൊക്കെ പലതുമുണ്ട്. നമ്മൾ ചോദിക്കുന്ന കുശലം പോലെയല്ല, ആ സന്ദർഭത്തിലെ കുശലങ്ങൾ വേറെയാണ്. ഏതായാലും അവർ എല്ലാവരും ശിഷ്യരോട് കൂടിയിട്ട് വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് പലരും പല രീതിയിൽ പറയാൻ തുടങ്ങി. എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതല്ല, അത് കുശലം, നമസ്കാരം, ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത് കശ്യപനുണ്ട്, അതുപോലെ അങ്കിരസ മഹർഷിയുണ്ട്. ആ പ്രജാപതിമാര് തൊട്ടുള്ള അവരുടെ പരമ്പരയിൽ പെട്ട ഓരോരുത്തരും, മഹർഷികള്, മഹാമുനിമാര്, ബ്രാഹ്മണര്, അങ്ങനെയില്ല, എല്ലാവരും അവിടെ വന്നിരുന്നു. പർവ്വതോ നാരദോ, പർവ്വതനും നാരദനൊക്കെ സ്വതേ ഈ തുമ്പുരു, പർവ്വതൻ, നാരദൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവർഷിമാരിലാണ് പെടുക. ഗന്ധർവ ലോകത്തിൽ വന്നിട്ടുള്ള ദേവർഷിമാരാണ്. അപ്പം അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ധൗമ്യൻ കുലഗുരുവാണ്. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ വ്യാസൻ ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുതൻ പരശുരാമൻ വസിഷ്ഠ ഇന്ദ്രപ്രമഥ ത്രിത ഗൃത്സമദോസിത കക്ഷീവാൻ ഗൗതമോ ത്രിശ്ച കൗശികോഥ സുദർശന അന്യേ ച മുനയോ ബ്രഹ്മരാതാദയോ അമലാ ശിഷ്യൈരുപേത ആജഗ്മു കശ്യപാങ്കിരസാദയാം. ഇപ്പം എല്ലാവരും ശിഷ്യന്മാരോട് കൂടിയിട്ടാണ് അവിടെ വന്നത്, സാന്നിധ്യം അറിയിച്ചത്. കുശലാദി, നമസ്കാരാദി, പൂജാദി കാര്യങ്ങളെല്ലാം ചെയ്ത് പരസ്പരം ഒരു സമ്മേളനം അവിടെ നടന്നത് എന്ന് 8 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു. ഇനി അവരെയൊക്കെ തിരിച്ച് ഭീഷ്മർ നമസ്കരിക്കുന്നതായിട്ടുള്ള ഭാവമാണ് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് അടുത്തതിൽ പറയാം. നാരായണ നാരായണ നാരായണ.